ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ കഴിഞ്ഞ ഒരു പരിപാടി നടക്കാനത്തെ കമലഹാസൻ പറഞ്ഞ ഈ റീജിയണൽ ഫിലിംസ് എല്ലാം ഇൻ്റർനാഷണൽ ആവുന്നുള്ള മലബാർ സിനിമകളെ കോട്ട് ചെയ്തൊരു അഭിപ്രായം പറഞ്ഞു. നമ്മുടെ സിനിമ അങ്ങനെ ഒരു റീജിയണലായ പടമാണല്ലോ. തീർച്ചയായിട്ടും ഇതൊരു റീജിയണലായിട്ടുള്ള നമ്മളൊരു ഒരു ഒരു പ്രദേശത്തിന് വെച്ചിട്ട് എടുത്ത പടമല്ല. നമ്മളൊരു ടൂണ്ട് വേൾഡാണ് ഇത്. പട്ടട എന്ന് പറയുന്ന നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗ്രാമത്തിനെ കുറിച്ചിട്ടാണ്. പക്ഷേ അതിൽ സംസാരിക്കുന്നതും അതിലേക്ക് നമ്മൾ തിരഞ്ഞെടുത്തതും ഒരു റീജിയൻ, അതൊരു ഒറ്റ സ്വഭാവമുള്ളൊരു രീതി ആവണം എന്നുള്ളതുകൊണ്ടാണ് പാലക്കാടിലെ കൊല്ലംകോട് വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തത്. കൊല്ലംകോട് വെച്ച്. അതുപോലെ തന്നെ ഇപ്പം പ്രധാനപ്പെട്ട കഥാപാത്രം ഒരു നായ വരുന്നുണ്ട്. അതിൻ്റെ ട്രെയിനിങ് എപ്രകാരമായിരുന്നു? അതിന് ഒരു 3 മാസത്തിൻ്റെ ഉള്ളിൽ അതിന് പ്രായം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ വാങ്ങിച്ചതാണ്. അവന് ഞങ്ങളിട്ട പേരാണ് സുട്ടു എന്നുള്ളത്. അത് തന്നെയാണ് സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ള പേര്. അപ്പോൾ പിന്നെ ഉണ്ണി ആണ് അതിൻ്റെ ട്രെയിനർ. നമുക്കൊരു ട്രെയിനറുണ്ട്. എത്ര മാസത്തോളം? അവന് 1 വയസ്സ് പ്രായമാകുമ്പോഴാണ് നമ്മൾ സിനിമ, 1 വയസ്സും കൂടുതലാവുമ്പോഴാണ് നമ്മൾ സിനിമ ഷൂട്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അത്രയും കാലം അവൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പോയി കാണും. പിന്നെ എൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ജിഷ്ണു ഉണ്ട്. ജിഷ്ണു അതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ പാർട്ടായിരുന്നു അവൻ്റെ ഓരോരോ കാര്യത്തിനും. അപ്പോൾ അവനെ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ അവന് ചെയ്യാനുണ്ട് സിനിമയിൽ. അപ്പം അത് അവൻ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ആക്ച്വലി ഞങ്ങളെ പോലെ തന്നെ ആ സിനിമയിൽ ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ള ആളാണ്. ഇപ്പോൾ ഈ IFFI കഴിഞ്ഞിട്ടാണ് നമ്മൾ IFFKയിലേക്ക് വന്നത്. അപ്പോൾ അവിടുത്തെ ഒരു സ്വീകരണം എങ്ങനെയായിരുന്നു? IFFKയിൽ കുറച്ച് ഇൻ്റർനാഷണൽ നാഷണൽ ആയിട്ടുള്ള ഓഡിയൻസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അവർക്ക് സിനിമ എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര കൊളോക്കിയലായിട്ടുള്ള ഒരു ലാംഗ്വേജ് ടോക്കി ആയിട്ടുള്ളൊരു സിനിമയാണ്. ആ സാധനത്തിന് അവർക്ക് കണക്റ്റായി. അവർ ആ സബ് ടൈറ്റിൽ വായിച്ചെടുത്ത് അവസാന സിനിമയിൽ സംസാരിക്കുന്ന വിഷയമൊക്കെ സംസാരിച്ചു കുറച്ച് നേരം. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. IFFKയുടെ കാര്യത്തിൽ IFFK നമ്മുടെ സ്വന്തം. ഇതാണ് ഞാൻ ആദ്യമായിട്ട് നമ്മളുടെ ഷോ എന്ന് വിചാരിക്കുന്നത് നമ്മൾ IFFKയിലുള്ള ഷോയാണ്. അപ്പോൾ IFFKയിൽ ഭയങ്കര നിറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബഹളമൊക്കെ ഉണ്ടായിരുന്നു. ആൾക്കാർക്ക് കയറാൻ പറ്റിയില്ല. അങ്ങനെ ഒരു സ്ഥലത്തിൽ കുറച്ച് ആൾക്കാരൊക്കെ താഴെ ഇരുന്നിട്ടൊക്കെയാണ് കണ്ടത് സിനിമ. അവസാനം വരെ സഹിച്ചിരുന്ന് കണ്ടു. ആ താഴെയൊക്കെ ഇരുന്നിട്ട് അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നല്ല അഭിപ്രായങ്ങളാണ് കേട്ടത്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നിപ്പം നമ്മുടെ സമാന്തര ചിത്രത്തിലാണെങ്കിലും മുഖ്യധാര ചിത്രത്തിലാണെങ്കിലും കാസർഗോഡ് നിന്നുള്ള കൂടുതലായിട്ടുള്ള സിനിമകൾ വരുന്ന ഒരു അഭിപ്രായമാണ്. കാസർഗോഡ് ബെൽറ്റ് സജീവമാണോ? ഞാൻ അങ്ങനൊരു ടാഗ് ഉപയോഗിക്കരുതെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എനിക്ക് കാസർഗോഡിൻ്റെ സിനിമകളുടെ ഭാഗമായി എന്ന് പറയുന്നതിൽ ഭയങ്കര അഭിമാനമുണ്ട്. ഇപ്പോൾ തൊണ്ടി മുതൽ തിങ്കളാഴ്ച നിശ്ചയം ഇതിലൊക്കെ ഞാനും കൂടിയുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ ഞാനിപ്പോൾ എല്ലാ സിനിമകളും കാസർഗോഡ് നിന്നാണ് എടുക്കേണ്ടത് അങ്ങനെ ഒരു ചിന്താഗതി ഇല്ലാത്ത ഒരാളാണ്. അതുകൊണ്ടാണ് മനഃപൂർവ്വം തീരുമാനിച്ചിട്ടാണ് പാലക്കാട് സെറ്റ് ചെയ്യാൻ. പിന്നെ സൗണ്ടിൻ്റെ കാര്യം, ഇപ്പം സംഭാഷണങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ള സിനിമയാണ്. അപ്പം സിങ്ക് സൗണ്ട് അല്ലേ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു എങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തെന്നിരുന്നപ്പോൾ ഒരു പ്രക്രിയ? ഞങ്ങൾ 2012 ഒരു ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ ഞങ്ങൾ ഇന്ന് നാഷണൽ അവാർഡൊക്കെ വിൻ ചെയ്ത സനൽ ജോർജാണ് ആദ്യമായിട്ട് ഞങ്ങളുടെ സൗണ്ട് ചെയ്തത്. അപ്പം ഞങ്ങൾ സിങ്ക് സൗണ്ട് എൻ്റെ ഫ്രണ്ട് രവിശങ്കർ. അപ്പം ഞങ്ങൾ സിങ്ക് സൗണ്ടിൽ ആണ് അന്ന്. സിങ്ക് സൗണ്ട് ഭയങ്കര പോപ്പുലർ ആയിരുന്നില്ല. കുറച്ച് സിനിമകളെ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ സിങ്ക് സൗണ്ടിൽ സിനിമ ചെയ്യുള്ളൂ എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ട് തന്നെ ഇറങ്ങിയതാണ്. അതുകൊണ്ടാണ് കൂടുതൽ റിയൽ ആവാൻ വേണ്ടി. എന്തായാലും നമുക്ക് ഒരിക്കലും ഡബ്ബിങ് തിയേറ്ററിന് ഇത് ഉണ്ടാക്കാൻ പറ്റില്ല. അത് വളരെ പ്രയാസമുള്ള കാര്യമാണ് ഡബ്ബിങ് ചെയ്ത് സെയിം ഫീൽ ഉണ്ടാക്കുക എന്നുള്ളത്. പിന്നെ നമ്മളുടെ ആക്ടേഴ്സ് എല്ലാവരും പുതിയ ആൾക്കാരാണ്. അതെ തീർച്ചയായും. അത് അവർ പറയുന്ന ഡയലോഗുകളാണ് നമ്മുടെ സിനിമയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഡയലോഗ് റൈറ്റിങ്ങിൻ്റെ ക്രെഡിറ്റ് അവർക്കും കൂടെ കൊടുക്കേണ്ടതാണ്. അവരും കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഡയലോഗിൽ നരേഷനിലാണ് സിനിമ പോകുന്നത്. സിനിമ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തട്ടെ. അടുത്ത സ്ക്രീനിങ് നിറഞ്ഞ ആളാണ്. താങ്ക് യു.